السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി അറാഖിനെ പറ്റിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത ഒന്നാണ് മിസ്വാക്ക്. എല്ലാ സമയത്തും അതിനെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അറാഖ് കൊണ്ട് മിസ്വാക്ക് ചെയ്തിട്ട് അറാഖിനെ പറ്റിയും ഹദീസ് ഉണ്ട്. ഈ മിസ്വാക്കുകൾ പല സാധനങ്ങളെ കൊണ്ടും നമുക്ക് ചെയ്യാം. പല സാധനങ്ങളിലും നാം മിസ്വാക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പല്ലുകൾക്ക്, മോണകൾക്ക്, വായക്ക്, അത് സംബന്ധമായ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സാധനങ്ങൾക്കും വലിയ ആരോഗ്യ ഫലങ്ങൾ ലഭിക്കുന്നു. മദ്രാസ് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൻ്റെ മുമ്പത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ കണ്ണപ്പൻ, അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഈ മിസ്വാക്ക് ചെയ്യേണ്ട പല മരങ്ങളുടെ ബ്രാഞ്ചുകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല വ്യത്യസ്തമായ മരങ്ങളുടെ കൊമ്പുകളെ കൊണ്ട് മിസ്വാക്ക് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതേപോലെയുള്ള ഒരു മരമാണ് ഈ അറാഖ്. അതിൻ്റെ ട്വിക്സുകളെ കൊണ്ടാണ് നാം മിസ്വാക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് മക്കയിലാണ് കൂടുതൽ ലഭിക്കുന്നത് എന്ന്. ഇന്ന് അതിനെപ്പറ്റി ഒരുപാട് റീസർച്ചുകൾ, പഠനങ്ങൾ നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് വായയെ നന്നായി ശുദ്ധിയാക്കുകയും നമ്മുടെ വായകളിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധങ്ങളെ അത് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് ഒരു പ്രാവശ്യം അവർ കണ്ടെത്തി, ഇത് ഡ്രൈ ആയാൽ വായക്ക് പല്ലിന് അത്ര നല്ലതല്ല എന്ന്. വീണ്ടും അവർ കണ്ടെത്തി, ആ ഡ്രൈ ആയ ഈ അറാഖ് കഷ്ണത്തെ അതിന് വെള്ളം കൊള്ളിച്ചാൽ അതിൻ്റെ പൂർവ്വ അതേ സ്ഥിതിയിൽ അത് വരും. അതിന് പിന്നെ ഡാമേജ് ഒന്നും അതുമൂലം ഉണ്ടാവുകയില്ല. ഇനി വെള്ളം ഇല്ല എങ്കിൽ നമ്മുടെ സലൈവയുടെ ഉമിനീരിൻ്റെ ആ നനവ് കൊണ്ടാലും അത് ഓക്കെ, ആ മുമ്പത്തെ പൂർവ്വസ്ഥിതിയിൽ തന്നെ അത് ആകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ എന്നാൽ ഈ ഈച്ച വെള്ളത്തിൽ വീണാൽ ഇസ്ലാമിൽ പറയുന്നത്, അതായത് അതിനെ മുക്കിയെടുക്കണം. അതിൻ്റെ ഒരു ഭാഗത്ത് വിഷമുണ്ടെങ്കിൽ അതിന് പ്രതിരോധിക്കുന്ന ശമനം മറ്റൊരു ഭാഗത്തുണ്ട് എന്ന് അതിന് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ഉണങ്ങിയാലും വീണ്ടും വെള്ളത്തിൽ നനച്ചാൽ അത് പൂർവ്വ അതേ സ്ഥിതിയിൽ അതിൽ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതിനെപ്പറ്റി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു. അതിൽ നമുക്ക് ഇവിടെ ഒരുപാട് ആരോഗ്യ ഫലങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. പാരത്രിക ലോകത്തിലും വിജയങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം വ്യത്യസ്തമായ റീസർച്ചുകൾ ഇതിനെപ്പറ്റി നടന്നു. അതിൽ പല റീസർച്ചേഴ്സും പറയുന്നത് വ്യത്യസ്തമായ ബെനിഫിറ്റ്സുകളാണ്. ചില റീസർച്ചുകൾ ഏകദേശം ഒരുപോലെയും കാണാം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ചത് അത് ഈ വായയിൽ പല്ലിൽ വരുന്ന ആവരണങ്ങളെ അത്
തടയും എന്ന് മാത്രമല്ല ജിഞ്ചിവിട്ടി മോണകളിൽ വരുന്ന പഴുപ്പുകൾ അതിനെയും അത് തടയും. പിന്നെ ഹലിഡോസിസിനെ പറ്റി ധാരാളം ഗവേഷകർ പറഞ്ഞിട്ടുണ്ട്. ഈ വായയിൽ വരുന്ന ദുർഗന്ധങ്ങൾ അവരെല്ലാവരും പറയുന്നത് അത്തരം ദുർഗന്ധങ്ങളെ അത് നീക്കം ചെയ്യുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ക്ലോസപ്പുകളിൽ ഒന്നിനെയും ഞാൻ എതിർക്കുന്നതല്ല, എങ്കിൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിൽ ഫ്ലോറൈഡ് ഉണ്ട്, അത് അത്ര സുഖകരമല്ല നമ്മുടെ പല്ലിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾക്കും, അതത്ര സുഖകരമല്ല. ഈ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് മരങ്ങളുടെ കൊമ്പുകളിൽ അതിൻ്റെ ട്വിക്സുകളിൽ ഒരുപാട് ആരോഗ്യ ഫലങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. എങ്കിലും ഈ അറാക്കിൽ ഫ്ലോറൈനും സിലിക്കോനും വൈറ്റമിൻ സിയും സൽവാഡോറൈനും അതുപോലെ തന്നെ ഒരുപാട് പോഷകങ്ങളും ഇതൊക്കെ അടങ്ങിയത് കൊണ്ട് ഇത് നമ്മുടെ പല്ലിനെ നന്നായി കേടുകളില്ലാതെ സൂക്ഷിക്കുന്നു. പല്ലിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നു. അതിന് യാതൊരു ഡാമേജുകളും വരുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പല്ലിനൊരു വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും ഉണ്ട്. അതായത് അതിനൊരു വെളുപ്പും ഒരു തിളക്കവും ഉണ്ട്. വൻലി വെളുപ്പുണ്ടായാൽ പോരാ, തിളക്കവും കൂടി അതിന് അത്യാവശ്യമാണ്. അത് ഈ അറാക്കിലുള്ള പൊട്ടാസ്യം, സോഡിയം, ഫ്ലോറൈഡ്, ബികാർബോണേറ്റ്, കാൽസ്യം ഓക്സൈഡ് ഇതൊക്കെ അത്തരം വൈറ്റ്നസിനെയും ബ്രൈറ്റ്നസിനെയും വെളുപ്പിനെയും തിളക്കത്തെയും എന്നെന്നും കാത്തു സൂക്ഷിക്കുന്നു. ഈ അറാക്കിലുള്ള ഈ സാധനങ്ങൾ ആ വൈറ്റ്നസ് ബ്രൈറ്റ്നസിനെ എന്നും പല്ലിൽ അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഈ വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും എപ്പോഴും ബ്രഷ് കൊണ്ട് ചെയ്താൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അത് അവിടെ ഉണ്ടാകൂല എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല പല്ലുകൾക്ക് ഇടയിൽ ഗ്യാപ്പുകൾ വരും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഈ പല്ലുകൾക്ക് നമ്മുടെ വ്യത്യസ്തമായ ഫുഡുകൾ കഴിക്കുന്നു. പ്രത്യേകിച്ച് ഇക്കാലത്ത് കോഫികളും ചായകളും കഴിക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന സ്റ്റാൻസുകൾ, അതായത് കലകൾ, അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾ, പകർച്ചകൾ, ഇതിനൊക്കെ നന്നായിട്ട് ഈ അറാക്ക് അവിടുന്ന് നീക്കം ചെയ്യുന്നു. ചിലപ്പോൾ പേസ്റ്റുകൾക്ക് അങ്ങനെ നീക്കം പറ്റിക്കൊള്ളണം എന്ന് ഇല്ല. അതിൽ ഒരു ഘടകമുണ്ട്, ആൻറ്റി കാരിയോനെനിക് എന്ന് പറഞ്ഞിട്ട്. ഇത് പല്ലിൽ വരുന്ന ഈ പഴുപ്പുകളെ പരിപൂർണമായി തുടച്ചു നീക്കുന്നു. അതുപോലെ തന്നെ അതിൽ വരുന്ന ക്യാവിറ്റികൾ, ജിഞ്ചിവിട്ടികൾ, മോണപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പൊക്കളം പോലെ ആയിട്ട് അതിൽ നമുക്ക് ചലങ്ങളെപ്പോലെ കാണാം. അതുപോലെ തന്നെ ആ മോണകളിൽ വരുന്ന കുഴികൾ, രന്ധ്രങ്ങൾ, അതിനൊക്കെ ഈ അറാക്ക് തടയുന്നു. അതിലുള്ള ഈ ഒരു ഘടകം തടയുന്നു. ഇപ്പോൾ നാം കാണുന്നത് പല്ലിൻ്റെ ഡെൻ്റൽ ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും അതിൻ്റെ മെഡിക്കൽ കോളേജുകളും വർദ്ധിച്ചു വരുന്നു. നേരെ മറിച്ചു പഴയ കാലത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള പല്ലിന് അവരുടെയും അവരുടെ സഹാബാക്കളുടെയും അതിൻ്റെ ശേഷം വന്ന താബിഈങ്ങളെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമാമിങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ, അവർക്കൊന്നും പൂർവികരായ ഇത്തരം മഹൽ വ്യക്തിത്വങ്ങൾക്ക് ഈ പല്ലിന് യാതൊരു കേടുപാടുകൾ, യാതൊരു ഡാമേജുകൾ, യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. കാരണം
അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി പിന്തുടർന്ന് ഈ അറാക്ക് കൊണ്ടായിരുന്നു അവർ അധികവും പല്ല് ശുദ്ധീകരിച്ചിരുന്നത്, പല്ല് തേച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് രോഗങ്ങളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം അന്ന് ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം നമുക്ക് പറയാൻ പറ്റും. ഡോക്ടേഴ്സ് എല്ലാം അന്ധകാലത്തും ധാരാളം അതിവിദഗ്ധരായ ഡോക്ടേഴ്സൊക്കെ ഹാരിസ് ഇബ്നു ഖൽദയെ പോലെ പലരും ഉണ്ടായിരുന്നു. സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഡോക്ടർ റുഫൈദ ബീവി, അവരുടെ കോ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സായിട്ട് ഒരുപാട് സ്ത്രീകളും അൻസാരിയത്തായ സ്ത്രീകളും ഉണ്ടായിരുന്നു. വളരെ വിദഗ്ധരായ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ജോലികൾ കുറവായിരുന്നു. കാരണം ഇത്തരം രോഗങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ഫ്രീ ആയിട്ട് മക്കത്ത് നിന്ന് ചെറിയ പൈസക്ക് ധാരാളം കിട്ടുന്നതാണ്. അത് വരുത്തി നമുക്ക് ഇത്തരം രോഗങ്ങളെ നന്നായിട്ട് പല്ലിന് വരുന്ന, അതിന് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾക്ക് വരുന്ന ഒരുപാട് രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുവാൻ, തടയാൻ പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ അറാക്ക് കൊണ്ട് ക്യാൻസർ വരെ മാറിയ സംഭവം സ്വിറ്റ്സർലാൻഡിലുണ്ട്. അതൊരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ വിവരങ്ങളൊക്കെ വ്യാപകമായി അതിനെ പരത്തുകയും ചെയ്യണം. നല്ലത് ചെയ്യണം. നല്ലത് മാത്രം ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമിയെ അള്ളാഹു തആല ശാന്തിയാൽ നിറക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.